കർമ്മന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആണ്. 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തേണ്ട സമയം. ഇന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സരസ്വതി വിദ്യാലയത്തിലാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലുള്ള സരസ്വതി വിദ്യാലയം. ഇവിടെ ശ്രീ സി വി ആനന്ദബോസ്, പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ അതിരാവിലെ എത്തുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കാത്ത് നിൽക്കുകയാണ്. ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പ് ഈ ദിനം എല്ലാവരും വളരെ കാര്യമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കണമെന്ന ഒരു അഭ്യർത്ഥനയോടെ ഞങ്ങൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. സർ, പശ്ചിമ ബംഗാളിലെ ഗവർണറാണ് അങ്ങ്. ശരിക്കും കേരളത്തിലുള്ള എല്ലാ പൗരന്മാർക്കും ഒരു മാതൃക എന്നതുപോലെ തന്നെയാണ് അങ്ങ് നേരത്തെ വന്ന് കൃത്യമായി ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തു. എന്ത് തോന്നുന്നു അങ്ങയുടെ സമ്മതിദാനാവകാശം ഇത്തവണ കേരളത്തിൽ ഇങ്ങനെ വിനിയോഗിച്ചപ്പോൾ? വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ ദിവസം സാമാന്യ ജനങ്ങളുടെ പരമാധികാരം ഊട്ടിയുറപ്പിക്കുന്ന ദിവസമാണ്. എനിക്ക് വയ്ക്കാനുള്ള എളിയ അഭ്യർത്ഥന, എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് പാഴാക്കരുത്. എൻ്റെ ഒരു വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് ധരിക്കരുത്. കാരണം ഇത് നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്ന തീരുമാനമാണ് ഇന്നെടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ, പേരക്കിടാങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അവർക്ക് വേണ്ടിയെങ്കിലും വോട്ട് ചെയ്യണം. മടി ഉപേക്ഷിച്ച് പോളിംഗ് ബൂത്തിൽ വന്ന് ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യണം എന്ന എളിയ അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരോടും വയ്ക്കാനുള്ളത്. ഈ തിരഞ്ഞെടുപ്പ് ശരിക്കും കേരളം മാത്രമല്ല എല്ലാവരും വളരെ കൗതുകത്തോടെ നോക്കുന്നതാണ്. ഒരു മൂന്നാം വട്ടം വീണ്ടും ഒരു സെയിം സർക്കാർ വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് തന്നെ ഏത് സർക്കാർ വന്നാലും നമ്മളെപ്പോഴും നോക്കുന്നത് ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അങ്ങയുടെ വാക്കുകളെ ഉദ്ധരിച്ച് വികസനം എന്നതിനെ കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ, ഏത് കാഴ്ചപ്പാടിൽ കാണണം? അങ്ങൊരു കേരളീയനായതുകൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യം. കേരളം മാത്രമല്ല, ഭാരതം മുഴുവൻ വികസിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വികസനത്തിൻ്റെ പാതയിലാണ് ഇന്ത്യ മുഴുവൻ. ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ എത്തുന്ന ദിവസം വളരെ വിദൂരമല്ല. നിശ്ചയമായും നമ്മുടെ പുതിയ തലമുറ ലോകത്തെ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം സമാധാനപരമായി നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. എറ്റേണൽ വിജിലൻസ് ഈസ് എ പ്രൈസ് ഓഫ് ഫ്രീഡം എന്ന് പറയാറുണ്ട്. അതാണ് ആവശ്യം. നിതാന്ത ജാഗ്രത ഉണ്ടെങ്കിൽ ജനാധിപത്യം വിജയിക്കൂ. ജനാധിപത്യം മോബോക്രസിയിലേക്ക് വീഴാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രാധാന്യം. ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അദ്ദേഹം കേരളത്തിൽ തന്നെ വിവിധ ഭരണ ചുമതലകൾ വഹിച്ചിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ സ്ഥാനം വിരമിച്ച ശേഷവും അദ്ദേഹം കേന്ദ്രത്തിൻ്റെ ഉപദേശക സമിതിയിലൊക്കെ അംഗമായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെതായ സജഷൻസ് കേരളത്തിലും വികസനത്തിനു വേണ്ടിയുമൊക്കെ കൊടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ബംഗാളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സാന്നിധ്യം പല മേഖലകളിലും തെളിയിക്കുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നത് വളരെയധികം കൗതുകത്തോടു കൂടി തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത്. ഗവർണറായതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ വന്ന് വോട്ട് ചെയ്തു. ആ വോട്ടിടാൻ വന്നത് അദ്ദേഹം തൻ്റെ കുടുംബസമേതമാണ് വോട്ടിടാൻ എത്തിയത്. അതിരാവിലെ തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ എത്തിച്ചേർന്നു. അദ്ദേഹം എത്തിച്ചേരുമ്പോൾ തന്നെ സാമാന്യം നല്ല തിരക്ക് ബൂത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ക്യൂ നിന്ന് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, താനൊരു ഗവർണറാണ് എന്നുള്ള ഒന്നും കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ നിന്ന് അദ്ദേഹം തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ കൂടി നിന്ന മാധ്യമപ്രവർത്തകരോടെല്ലാം സംസാരിക്കാനും തയ്യാറായി. എല്ലാ പൗരന്മാരും അവരുടെ വോട്ട് രേഖപ്പെടുത്തണം. ഇത് നമ്മുടെ അവകാശമാണ്. നമുക്ക് ആര് ഭരിച്ചാലും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം അത് കേരളം മാത്രമല്ല എല്ലായിടവും ഒരുപോലെ വികസിക്കണമെന്ന ഒരു സന്ദേശവും അദ്ദേഹം നൽകുകയുണ്ടായി. എന്തായാലും തികച്ചും വേറിട്ട ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കലെന്നും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. സാമാന്യം നല്ല തിരക്കുകളാണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. അതിരാവിലെ തന്നെ എല്ലാവരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നേരത്തെ തന്നെ ബൂത്തുകളിൽ എത്തുന്ന കാഴ്ചയാണ് ഒട്ടുമിക്ക ബൂത്തുകളിലും കാണാൻ സാധിച്ചത്. തന്നെയുമല്ല, ഇപ്പോൾ കാലാവസ്ഥ ചൂടാണ്. ചൂടാകുന്നതിന് മുമ്പ് തന്നെ വന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു പോകണം, പിന്നീടായാൽ മടി പിടിക്കരുത് എന്നുള്ള ഒരു ചിന്തയും പല സ്ത്രീകളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപോലെ ബൂത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു. എന്തായാലും ഇത്തവണത്തെ സമ്മതിദാനാവകാശം എല്ലാ ജനങ്ങളും, തിരുവനന്തപുരത്തെ മാത്രമല്ല എല്ലാ ജനങ്ങളും കുറച്ചുകൂടി ശക്തമായ രീതിയിൽ തന്നെ വിനിയോഗിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്.